മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തെ ചൊല്ലി കോൺഗ്രസ് ബി.ജെ.പി വാക്പോര് തുടരുന്നതിനിടെ കേന്ദ്ര സർക്കാർ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെയും അപമാനിച്ചെന്ന ആരോപണവുമായി കോൺഗ്രസ്. സംസ്കാര ചടങ്ങിനെത്തിയ കുടുംബാംഗങ്ങൾക്ക് ഇരിപ്പിടമൊരുക്കിയില്ല. നിഗംബോധ് ഘട്ടിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ദൂരദർശൻ ഒഴികെയുള്ള മാധ്യമങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചെന്നും സംപ്രേഷണം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കേന്ദ്രീകരിച്ചായിരുന്നെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനായി സ്മാരകം നിർമ്മിക്കാനുള്ള സ്ഥലം അനുവദിക്കാത്തതിൽ രാഷ്ട്രീയ വിവാദം കത്തിനിൽക്കെയാണ് സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട പുതിയ ആരോപണം കോൺഗ്രസ് ഉയർത്തുന്നത്. സംസ്കാര ചടങ്ങിൽ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തോട് കേന്ദ്ര സർക്കാർ അനാദരവ് കാട്ടിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം പവൻ ഖേര ആരോപണങ്ങൾ എക്സിലൂടെ അക്കമിട്ട് നിരത്തുകയും ചെയ്തു. മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കിയില്ലെന്നും മുൻനിരയിൽ 3 കസേരകൾ മാത്രമാണ് ക്രമീകരിച്ചിരുന്നതെന്നും പവൻ ഖേര ചൂണ്ടിക്കാണിച്ചു. ദൂരദർശൻ ഒഴികെയുള്ള മറ്റു വാർത്താ ഏജൻസികൾക്ക് സംസ്കാര ചടങ്ങുകൾ സംപ്രേഷണം ചെയ്യാൻ അനുമതി നൽകിയില്ല. മാത്രമല്ല, ദൂരദർശന്റെ സംപ്രേഷണം കേന്ദ്രമന്ത്രി അമിത്ഷായെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്രീകരിച്ചായിരുന്നെന്നും സംസ്കാര ചടങ്ങുകളും കുടുംബാംഗങ്ങളുടെ ദൃശ്യങ്ങളും പരമാവധി വെട്ടിക്കുറച്ചെന്നും കോൺഗ്രസ് ആരോപിച്ചു. അമിത്ഷായുടെ വാഹനവ്യൂഹം വിലാപയാത്രയെ തടസ്സപ്പെടുത്തിയെന്നും കുടുംബാംഗങ്ങളുടെ വാഹനങ്ങൾ പുറത്തു നിർത്തേണ്ടി വന്നതായും കോൺഗ്രസ് വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ഭാര്യയ്ക്ക് ദേശീയ പതാക കൈമാറിയപ്പോഴും ഗൺ സല്യൂട്ട് നൽകിയപ്പോഴും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും എഴുന്നേറ്റില്ലെന്നും പവൻ ഖേര എക്സിൽ കുറിച്ചു. മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിന് സ്ഥലം അനുവദിക്കാത്തതിലും കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. 10 വർഷക്കാലം രാജ്യത്തെ സേവിച്ച പ്രധാനമന്ത്രിയോട് ബോധപൂർവമായ അനാദരവ് കാണിച്ചെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. അതേസമയം മുൻ പ്രധാനമന്ത്രി പി.വി. നരസിംഹറാവുവിന് സ്മാരകം നിഷേധിക്കപ്പെട്ടത് എന്തെന്ന ചോദ്യം ബി.ജെ.പിയും ഉയർത്തി. ഓരോ നേതാവിനും പ്രത്യേക സ്മാരക സ്ഥലം വേണമെന്ന ആവശ്യത്തെ 2013 യു.പി.എ സർക്കാർ എതിർത്തിരുന്നതായും ബി.ജെ.പി ചൂണ്ടിക്കാട്ടി. അനാവശ്യ വിവാദമുണ്ടാക്കി വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ബി.ജെ.പി തുറന്നടിച്ചു. അതേസമയം സംസ്കാരത്തിനും സ്മാരകം പണിയുന്നതിനുമായി പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. ട്രസ്റ്റ് രൂപീകരിച്ച് സ്ഥലം കൈമാറുന്നതിനായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് ഉണ്ടെന്നും അതിനാൽ സംസ്കാരം യമുനാ തീരത്ത് നിഗംബോധ് ഘട്ടിൽ നടക്കട്ടെയെന്നുമാണ് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി.